ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഷബാന. നമുക്കിന്ന് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് വന്നാലോ? അത് രാവിലെ, ഒത്തിരി രാവിലെ ഒന്നുമല്ല, സമയം ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റതിന് ശേഷം പുതപ്പൊക്കെ മടക്കി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇതൊക്കെ കാണിക്കണോന്ന്. അല്ല ഗൈസ്, ശരിക്കും എഴുന്നേറ്റതിന് ശേഷം കടക്കുന്ന കടക്ക വൃത്തിയാക്കാറുണ്ട്. ഇതും പറഞ്ഞ് നിങ്ങൾ ആരും ബ്യൂട്ടി വന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം. ദെൻ നമ്മള് തലമുടിയൊക്കെ കെട്ടിയതിന് ശേഷം പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. രാവിലത്തെ ഒരു അന്തരീക്ഷമാണ് നിങ്ങൾ അത് കാണുന്നത്. സമയം 9:30 ആയിട്ടാന്നും വിചാരിക്കേണ്ട, ഒരു 6 മണിയുടെ ഫീൽ നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ പല്ല് തേക്കാൻ പോയി നിൽക്കുകയാണ്. നമ്മൾ പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ കെസ്സിയ അപ്പുറത്തുണ്ടായിരുന്നു. അമ്മു രാവിലെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുക, അവളുടെ അമ്മയെ സഹായിക്കാൻ പോയി എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. ദൈവത്തിനറിയാം. ഞാനിവിടെ ഇതാണ് തേക്കുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ ഓണാക്കി വെച്ച് എൻ്റെ ഫ്രണ്ട് കയറി വന്നിട്ട്, ഗൈസ് ഞാൻ ഇതൊക്കെയാ തേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് പറയാ ഇതൊന്നും ഇടരുതെന്ന്. പിന്നെ ഞാനിപ്പോൾ ഇടാതിരിക്കുകയല്ലേ. അതിനുശേഷം ഞാൻ പല്ല് തേച്ചതിന് ശേഷം ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകി, അതിനു മുമ്പേ കെസിയ വല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയതിന് ശേഷം നേരെ ഓടി അവളുടെ പ്രധാനമായ സ്ഥലത്തിലേക്ക്. അതേതാ സ്ഥലമെന്ന് വെച്ചാൽ ബാത്റൂം. അവൾക്ക് ഒരു നിമിഷം പോലും അതിനകത്ത് കയറാതിരിക്കാൻ അവൾക്ക് പറ്റത്തില്ല. അതിനുശേഷം ഞാൻ മുഖമൊക്കെ തേച്ചൊരച്ച് പറ്റുന്ന രീതിയിൽ കഴുകി. നിങ്ങൾ കാണുമ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും ചെണ്ടി കാണിക്കുന്നതെന്ന്. അല്ല, ഞാൻ പതുക്കെയാണ് തേച്ച് കഴുകുന്നത്. അതാ വീഡിയോയുടെ സ്പീഡ് കാരണം നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാനിങ്ങനെ തേച്ചൊരച്ച് കഴുകുന്നതാണ്. കണ്ടോ, ഞാൻ ഫേസ് വാഷ് ഇട്ടപ്പോൾ എന്റെ മുഖം ഗ്ലോ ആയിട്ട് കണ്ടോ? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? നമുക്കെല്ലാം കൊളാബറേഷനും വന്നാലോ? എങ്ങനെ, മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ചപ്പാത്തിയൊക്കെ കഴിച്ചു ശേഷം അരുവിക്കുഴിയിലേക്ക് പോവാൻ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ കൊച്ചി എന്നും ഒരു അരുവിക്കുഴി ഉണ്ട്, ഒരു അരുവിക്കുഴിയോ 5-6 വീഡിയോ ഉണ്ടെന്ന്. അങ്ങനല്ല, അതൊരു ദിവസത്തിന്റെ കാര്യം ഞാൻ പറയുന്നതാണ്. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വീടിന്റെ ഫ്രണ്ട് നിനക്കല്ല പൂവിന്റെ അടപ്പ് എന്ന വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവിടുത്തെ ഒരു പൂവും പറിച്ച് ചെവിയിൽ വെക്കുന്നു. പിന്നെ ഈ പത്തക്കോല് പോലെ അമ്മ നിൽക്കുന്നത് ഒരു ഡയലോഗ് പറയാനുള്ള അവളുടെ ആദ്യത്തെ ഒരു ഇതാണ്. അവൾ അതിനു വേണ്ടി അവൾ പോരാടുകയാണ്. കണ്ടു അവളുടെ ഡയലോഗ് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. അവളുമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ലൈസിനെ പറ്റിയാണ്. അവളുമാർക്കത് പൊക്കാനുള്ള, നൈസായിട്ട് പൊക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു തുകയുണ്ട് അവളുമാർക്ക്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ കുറെ താമസിച്ചു. രാത്രി 9:30 ആയപ്പോഴാണ് നമ്മൾ കാപ്പി കുടിച്ചത്. നമ്മളൊക്കെ അമ്മ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തണുപ്പുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് അവൾ വീഡിയോ എടുത്തത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താ കണ്ടത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വരെ ഉണ്ടെന്ന് കണ്ടത്. പിന്നെ എന്നെ അറിയാവുന്ന കുറെ പേര് വന്നിട്ടുണ്ട്, എന്തിനാണ് ഈ പൂച്ചാൻഡി സാറിന്റെ സൗണ്ട് ഇട്ട് ചെയ്യുന്നത്, ഒറിജിനൽ സൗണ്ട് ഇട്ടാ പോരെയെന്ന്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എൻ്റെ ഒറിജിനൽ വോയിസ് ഇവിടെ കേൾപ്പിക്കാത്തതിന്റെ ഒറ്റ കാരണം. പിന്നെ കേസി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ കാപ്പിക്കകത്ത് കുറച്ച് പാട കിടക്കുന്ന അവൾക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ പാവം നമ്മുടെ അമ്മൂനെ അവൾ എഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ അവൾ അരിച്ചെടുപ്പിക്കുകയാണ്. പിന്നെ അമ്മു ആരാപോള് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കാപ്പിയും കൂടെ അവളുടെ കാശിനകത്തോട്ട് കമത്തി. അത് അവള് അയ്യോ എന്റെ ഇത്രയല്ലായിരുന്നു, എനിക്ക് കുറച്ചേ ഉള്ളായിരുന്നു, ഈ കൂടുതലാണെന്നൊക്കെ അവളെ കിടന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ അന്നത്തെ കുറച്ചും കൂടെ കാപ്പി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ഇൻസ്റ്റയിൽ മാത്രമല്ല പിന്നെ ആൾക്കാരെ വീഡിയോ ഇടുന്നത്, ഞാൻ യൂട്യൂബിലും ഇടുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ 7 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ യൂട്യൂബിൽ ആരും കാണുന്നില്ല. നിങ്ങൾക്ക് എന്നെ യൂട്യൂബ് ഇല്ലാന്നിട്ടാണോ? പറ, ഞാനെടുത്ത് അക്കൗണ്ട്. ഇത് പാവപ്പെട്ട ഒരു കൊച്ചിവിടെ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ കാണാൻ ആരുമില്ലെന്ന്. പിന്നെ നമ്മുടെ അമ്മ അവിടെ ഇരുന്ന കാപ്പി ഫുൾ അരിച്ച് ക്ലാസ്സിനകത്തോട്ട് ആക്കാണ്. അതിന്റെ ഇടയ്ക്ക് അവളുടെ അമ്മ അവിടെ വിളിക്കുന്നുണ്ട്, കാരണം പട്ടി അടക്കണമെന്ന് കുരയ്ക്കുന്നു, പട്ടിയെ തുറന്നു വിടാനുള്ള സമയമായിട്ട്. അപ്പം അമ്മുവിന്റെ അമ്മ ഭയങ്കര വിളിക്കുക. അമ്മ പറയുന്നത് ഞാനിവിടെ കാപ്പി കുടിച്ചിട്ടേ പോത്തുള്ളൂ. എന്നാ പക്ഷെ അതിന് മുമ്പായിട്ട് അവളുടെ അമ്മ വിളിച്ചു. ഇപ്പൊ അമ്മ കിടക്കുന്നത് എന്താ എന്ന് വിളി കേൾക്കും. അങ്ങനെ നമ്മൾ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേടെ താവളമായ ബാത്റൂമിൽ കെസ്സിയ കയറി.
അപ്പോഴേക്കും പട്ടീനെ തുറന്നു വിടാനാണല്ലോ അമ്മയൊക്കെ വിളിച്ചത്. അപ്പൊ കെസ്യ കയറുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു അവള് വീട്ടിൽ കയറിയതിന് ശേഷമേ പട്ടീനെ തുറന്നു വിടാവുള്ളൂ. അപ്പൊ ഞാൻ അമ്മൂനെ ചുമ്മാ ഇറക്കിയിട്ട് അമ്മൂനോട് പറഞ്ഞു കെസ്യ പോകുന്ന സമയത്ത് നീ പോയി തുറന്നു വിട്. അപ്പോഴേക്കും കെസ്യ പട്ടീനെ തുറന്നു വിട്ടെന്ന് കെസ്യ അറിഞ്ഞു. അങ്ങനെ അമ്മ അത് വിളിച്ചു പറഞ്ഞു. പിന്നെ പട്ടീനെ കൊണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി. ഇപ്പൊ കെസ്യ ബാത്റൂമിൽ നിന്ന് ഓടി വരുന്നൊരു ഓട്ടം നമുക്ക് കാണാം. അങ്ങനെ ഒരു ഓട്ടത്തിന് ശേഷം ഞാനും കെസ്യായും വന്നിരുന്ന് വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു അരുവിക്കുഴി പോയതൊക്കെ. അപ്പോഴേക്ക് അമ്മുവിന്റെ ഉറക്കത്തിലേക്ക് കടന്നിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.